ഹായ് എവരി വൺ, വെൽക്കം ടു എജുവാലി. ഞാൻ ഇലക്ട്രിക്കൽ എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഡെയിലി 25 PYQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ PYQ എന്നാണ് നമ്മൾ ആ പ്രോഗ്രാമിന് കൊടുത്തിട്ടുള്ള പേര്. ഇലക്ട്രിക്കൽ എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഡിസ്കഷനാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദിവസേന 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും PDF ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കണക്റ്റിംഗ് ഫാക്റ്റുകൾ ഹാൻഡ് റിട്ടൺ മെറ്റീരിയലായിട്ട് സപ്പോർട്ടിംഗ് ഫയലായിട്ട് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. PDF ഫയൽ മാത്രമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ എജുവാലിയിൽ അവൈലബിൾ ആകുന്ന വീഡിയോസ്, ഇലക്ട്രിക്കൽ എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ PYQ വർക്കൗട്ടുകളുടെയൊക്കെ വീഡിയോസും ഈ ഒരു ഭാഗത്ത് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ പവർ PYQ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു പ്രോഗ്രാം തിങ്കളാഴ്ചയാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് വരുന്നത് 100 രൂപയാണ്. അതായത് ദിവസേന 25 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റുകൾ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ദിവസേന 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ 100 സെറ്റാണ് ഉദ്ദേശിക്കുന്നത്, ദിവസേന ഒരു സെറ്റ്. അങ്ങനെ ടോട്ടൽ 2500 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റ് ത്രൂ ആണ് പഠിക്കുന്നത്. എജുവാലിയുടെ സൈറ്റ് ത്രൂ ആണ് ഉണ്ടാവുക. നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്ന സമയത്ത് നമ്മൾ സൈറ്റ് ആക്സസ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലും ആപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. ഞാൻ തരുന്ന ലിങ്ക് മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഇലക്ട്രിക്കൽ PYQ എല്ലാ ദിവസവും 8 മണിക്കാണ് നമ്മൾ സൈറ്റിൽ അവൈലബിൾ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് ഫ്രം അസ് എന്നുള്ള രീതിയിൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻസ് ഇവിടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. അതല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ട് വ്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോ ലെസൺ ആണ് ലേറ്റസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കാണ് ലിങ്കായി പോവുക. ഇനി ഫയൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം, പവർ PYQ, വീഡിയോ ലെസൺ, എബൌട്ട് എന്നിങ്ങനെ 4 ടാബുകളാണ് കാണാനായിട്ട് പറ്റുക. അതിൽ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. പവർ PYQ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 എന്നിങ്ങനെ 100 ദിവസം ആകുമ്പോഴത്തേക്കും സെറ്റ് 100 എന്നുള്ള രീതിയിൽ കാണാനായിട്ട് പറ്റുള്ളൂ. നിലവിൽ ഇത് തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതുകൊണ്ടാണ് ഫയലുകളൊന്നും കാണാത്തത്. തിങ്കളാഴ്ച തൊട്ട് ഓരോ ഫയലായിട്ട് അൺലോക്ക് ചെയ്യുന്നതാണ്. ഇനി ഈ വീഡിയോ ലെസൺസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുള്ള ഇലക്ട്രിക്കൽ വീഡിയോസാണ് നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് കാണാനായിട്ട് പറ്റുക. നമ്മൾ ഇതുവരെ ഇലക്ട്രിക്കൽ എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇലക്ട്രിക്കൽ വീഡിയോസും ഇലക്ട്രോണിക്സ് വീഡിയോസും അതുപോലെ തന്നെ മൈക്രോ കൺട്രോളറിൻ്റെ ഭാഗങ്ങളുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസ് കറൻ്റ്ലി ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും തന്നെ ഈ ഭാഗങ്ങളിൽ അതാത് മൊഡ്യൂളുകൾ കൊടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ TOC ആയിട്ട് ചെയ്തിട്ടുണ്ട്. TOC മീൻസ് ടേബിൾ ഓഫ് കണ്ടൻസ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോ കൺട്രോളറിൻ്റെ വീഡിയോയ്ക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വീഡിയോസ് കാണാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരണത്. അപ്പോൾ ഇത് ഈസി ആക്സസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ്. സൈറ്റ് ആക്സസ് ആണ്. ഈ ലിങ്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഓരോ ദിവസവും ഓരോ ഫയലാണ്, ഓരോ സെറ്റാണ് അൺലോക്ക് ആവുക. ചോദ്യം, ഉത്തരം ആ ഫയലിൽ തന്നെ ഉണ്ടാവും. ആൻഡ് അതിൻ്റെ സപ്പോർട്ടിംഗ് ഫയലായിട്ട് ഹാൻഡ് റിട്ടൺ മെറ്റീരിയലും ഉണ്ടായിരിക്കും. ഉത്തരങ്ങൾ അവസാനമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.